പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ലൈസൻസിൻ്റെ ടെസ്റ്റിന് വരുമ്പോൾ, അതിപ്പോൾ ഹെവി മോട്ടോഴ്സിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോഴ്സിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ ആയിക്കോട്ടെ, അതായത് 8 HO TO ഒക്കെ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കാണാറുണ്ടല്ലേ. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പാസ്സാകാൻ പറ്റും. ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ, അതായത് എടുക്കാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മൾ കാണാറുള്ളത്. പക്ഷേ നമ്മൾ ഹെവി മോട്ടോഴ്സിലേക്ക് മാറുമ്പോൾ, അതായത് ടീ എടുക്കാൻ വരുന്ന ആളുകളാകുമ്പോൾ, നമ്മൾ ഓൾറെഡി ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ എടുത്ത് പരിചയമുള്ള ആളുകളായിരിക്കും ഇത് വരുന്നത്. കാരണം ഇത് കിട്ടിയതിന് ശേഷമാണ്, ലൈറ്റ് മോട്ടോഴ്സിൻ്റെ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണല്ലോ നമുക്ക് ഹെവി എടുക്കാൻ പറ്റുക. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ആളുകൾ ഫെയിലാവുന്നത് തോന്നുന്നു ഈ ടീ എടുക്കുമ്പോഴാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കാർ ഓടിച്ച് അത്രയും പരിചയമായതിനു ശേഷമാണ് ടീ എടുക്കാൻ വരുന്നത്, അതായത് ഹെവി എടുക്കാൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതെന്ന്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളുകൾ, മാസ്റ്റേഴ്സൊക്കെ പറയുന്നതൊന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. എന്നിട്ട് വെറുതെ അങ്ങോട്ട് എനിക്കിതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ അങ്ങ് കെയർ ചെയ്യും. അങ്ങനെയാണ് ഇത് ഫെയിൽ ആവുന്നത്. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. ഇവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ബസ്സിൻ്റെ നീളവും വീതിയും നമ്മൾ കാറിനെ അപേക്ഷിച്ച് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഏത് പോയിന്റിലാണ് ടേൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പാസ്സാകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹെവി എടുക്കാൻ വരുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് ചെയ്യരുത്. ഇവർ പറയുന്നതിനനുസരിച്ച്, അതായത് നമ്മളെ മാസ്റ്റേഴ്സ്, ഡ്രൈവിംഗ് സ്കൂളിലെ മാസ്റ്റേഴ്സ് പറയുന്നതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പാസ്സാകാൻ പറ്റും കേട്ടോ.